ഹലോ നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 8 ലോഞ്ച് എപ്പിസോഡിനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ് എല്ലാവരും അല്ലേ. അപ്പോൾ നമ്മുടെ ഈ ബിഗ് ബോസ് കഴിഞ്ഞ സീസൺ 7 വരെ നമ്മുടെ വിജയികളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ബിഗ് ബോസിൽ വിജയി ആവാൻ വേണ്ടി ടാലൻറ്റ് മാത്രം മതിയോ? നിങ്ങൾ അതിനെപ്പറ്റി എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഈ വിജയികളെ വേറിട്ട് നിർത്തുന്ന ആ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ചർച്ച ചെയ്യാം കേട്ടോ. കാരണം ഇതിനോടകം തന്നെ നമ്മുടെ കോമണേഴ്സ് വിഭാഗത്തിലേക്കൊക്കെ മത്സരിക്കാൻ ഒരുപാട് ആൾക്കാർ ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ എന്താണ് നമ്മുടെ ഈ ബിഗ് ബോസ് വിജയിക്കാനുള്ള ആ ഒരു വിജയുടെ പ്രധാന ഗുണങ്ങൾ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ ചർച്ച ചെയ്യാം. നമ്മൾ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് കടക്കുന്ന ഓരോ മത്സരാർത്ഥിയുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ട്രോഫി സ്വന്തമാക്കുക എന്ന് തന്നെയാണ്. എന്നാൽ സീസൺ അവസാനിക്കുമ്പോൾ വിജയിക്കുന്നത് ഒരാൾ മാത്രം. എന്താണ് ആ ഒരാളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്? ടാലന്റ് മാത്രമാണോ ആ ഒരു വിജയത്തിന് കാരണം? കഴിഞ്ഞ 7 സീസണുകളുടെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. വിജയികളിൽ പൊതുവായി കാണുന്ന പ്രധാനപ്പെട്ട ഒരു 5 ഗുണങ്ങളുണ്ട്. അടുത്ത സീസൺ, അതായത് നമ്മുടെ ഈ ബിഗ് ബോസ് സീസൺ 8ലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവർ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. എന്താണ് ആ ഒരു ഗുണങ്ങൾ എന്നുള്ളത് നമുക്ക് ഇതിലൂടെ തന്നെ നോക്കാം. ആദ്യത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഗെയിം അവയർനെസ് ആണ്. ബിഗ് ബോസ് ഒരു റിയാലിറ്റി ഷോ മാത്രമല്ല, അതൊരു ഗെയിം കൂടിയാണ്. ടാസ്കുകൾ, നോമിനേഷൻ, ക്യാപ്റ്റൻസി, സ്ട്രാറ്റജി എന്നിവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും മനസ്സിലാക്കുന്ന ഒരു മത്സരാർത്ഥിക്കാണ് ഇതിൽ ഏറ്റവും കൂടുതൽ മുന്നേറാൻ വേണ്ടി സാധിക്കുന്നത്. ജെന്യൂനായി മാത്രം നിൽക്കുക എന്നത് ഒരു മതിയായ കാര്യമല്ല കേട്ടോ. എപ്പോൾ ശക്തമായി പ്രതികരിക്കണം, എപ്പോൾ മൗനം പാലിക്കണം, എപ്പോൾ അഭിപ്രായം പറയണം എന്നൊരു ബോധം ഇവിടെ അത്യാവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസണിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന മത്സരാർത്ഥികൾ മുൻ സീസണുകൾ കൃത്യമായിട്ടൊന്ന് കാണുക. വിജയികളുടെ ഗെയിം സ്ട്രാറ്റജി എന്നാണ് കണ്ടുപഠിക്കുക. ടാസ്കുകൾ എങ്ങനെ അവരവിടെ കളിക്കപ്പെടുന്നു എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. പിന്നെ അടുത്ത ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ കൺസിസ്റ്റൻസിയാണ് കേട്ടോ. ബിഗ് ബോസ് പ്രേക്ഷകർ ഇന്ന് വളരെ സൂക്ഷ്മമായിട്ട് മത്സരാർത്ഥികളെ നിരീക്ഷിക്കുന്നവരാണ് കേട്ടോ. ഒരു ദിവസം ഒരു സ്വഭാവം, അടുത്ത ദിവസം പൂർണ്ണമായിട്ടും മറ്റൊരു സ്വഭാവം കാണിച്ചു കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാവും അത് കൃത്രിമമായിട്ടുള്ളൊരു സ്വഭാവമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സന്തോഷം വന്നാൽ അത് യഥാർത്ഥമായി പ്രകടിപ്പിക്കുകയും ദേഷ്യം വന്നാൽ അത് മറച്ചു വെക്കാതെയും തെറ്റ് സംഭവിച്ചാൽ പിന്നീട് അത് തിരുത്താൻ തയ്യാറാകുകയും ചെയ്യുന്നതാണ് നമ്മുടെ പ്രേക്ഷകരുടെ വിശ്വാസം നേടുന്നത് കേട്ടോ. അതാണ് ഈ പ്രേക്ഷകരുടെ സ്ഥിരതയുള്ള ഒരു വിശ്വാസം എന്ന് പറയുന്നത്. പിന്നെ തേർഡ് വൺ എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ഹാൻഡ്ലിംഗ് ആണ്. നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ വഴക്കുകൾ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കില്ല. പക്ഷേ വിജയികളും പുറത്താകുന്നവരും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം വഴക്കിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ്. ഈ ഒരു കാര്യം ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ നിങ്ങൾ അവിടെ ഒഴിവാക്കുക, മോശം ഭാഷ ഉപയോഗിക്കരുത്, വിഷയത്തെക്കുറിച്ച് ശക്തമായി സംസാരിക്കാൻ പഠിക്കണം, എന്നാൽ എപ്പോഴും പരസ്പര ബഹുമാനം നിങ്ങൾ അവിടെ നിലനിർത്തണം. മലയാളം പ്രേക്ഷകർ സാധാരണയായി മാന്യത പുലർത്തുന്ന വ്യക്തികളെയാണ് കൂടുതൽ പിന്തുണയ്ക്കുന്നത് കേട്ടോ. അതുപോലെ അടുത്തത് നമ്മുടെ സ്ക്രീനിങ് ടൈം എങ്ങനെ ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ക്യാമറയ്ക്ക് മുന്നിൽ ഒരിക്കലും വരാത്ത മത്സരാർത്ഥികളെ പ്രേക്ഷകർ മറക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അതേസമയം എല്ലാ കാര്യത്തിലും അനാവശ്യ ഡ്രാമ സൃഷ്ടിക്കുന്നവരെ അറ്റൻഷൻ സീക്കേഴ്സ് എന്ന രീതിയിൽ കാണാനും സാധ്യതയുണ്ട്. അതിനാൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രധാനപ്പെട്ട സമയങ്ങളിൽ മുന്നോട്ട് വരിക, ടാസ്കുകളിൽ അങ്ങ് സജീവമാകുക, എന്നാൽ അനാവശ്യ പ്രകടനങ്ങൾ അവിടെ ഒഴിവാക്കണം. പ്രേക്ഷകർക്ക് സ്വാഭാവികമായി തോന്നുന്ന രീതിയിൽ നിങ്ങൾ സ്ക്രീൻ സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുക്കണം എന്നതാണ് സാരം. പിന്നെ അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹൗസിന് പുറത്തുള്ള ഇമേജ്. വിജയം ഹൗസിനുള്ളിലെ പ്രകടനം മാത്രമായി തീരുമാനിക്കുന്ന ഒന്നല്ല കേട്ടോ. പ്രേക്ഷകർ പലപ്പോഴും മത്സരാർത്ഥിയുടെ കുടുംബ പശ്ചാത്തലം, ജീവിത പോരാട്ടങ്ങൾ, സോഷ്യൽ മീഡിയ സാന്നിധ്യം, പൊതുസമൂഹത്തിലെ ഇമേജ് എന്നിവയൊക്കെ വിലയിരുത്താറുണ്ട്. പ്രത്യേകിച്ചും വിദേശത്തുള്ള മലയാളി പ്രേക്ഷകർ മത്സരാർത്ഥികളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നവരാണ് കേട്ടോ. അതിനാൽ വിശ്വാസം ഉണ്ടാക്കുന്ന യഥാർത്ഥ ജീവിതം പ്രതിഫലിപ്പിക്കുന്ന ഒരു ഇമേജ് വലിയൊരു പിന്തുണ തന്നെ അവിടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. അപ്പോഴും നമ്മുടെ ഈ ബിഗ് ബോസ് സീസണിന്റെ വിജയിക്ക് വേണ്ടുന്ന പ്രധാന 5 ഗുണങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗെയിം അവബോധം, ഇമോഷണൽ കൺസിസ്റ്റൻസി, മാന്യതയോടെ കോൺഫ്ലിക്റ്റ് കൈകാര്യം ചെയ്യുക, സ്ക്രീനിങ് ടൈം ബാലൻസ് ചെയ്യുക, ഹൗസിന് പുറത്തും മികച്ച വ്യക്തിത്വം നിലനിർത്തുക. ഇത്രയുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സീസൺ 8ലെ വിജയി ആരാണ് എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ബിഗ് ബോസ് സീസൺ 8ന്റെ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് വേഗം തന്നെ കാണാം കേട്ടോ.